വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മക്കളെ, ഇതാ നിങ്ങളുടെ എക്സാമുകളൊക്കെ അടുത്തെത്താനായില്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് മിസ്സിന് അറിയാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റായി പോവില്ല. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അടിപൊളിയായിട്ട് കാണാം. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളി മക്കളായിട്ടിരിക്കുക കേട്ടോ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് ഞാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഒന്നുമില്ല, നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഉത്തരം പറയാം. എന്താണ്? തിങ്ക് ഇറ്റ് ആൻഡ് സേ ഇറ്റ്. ആലോചിക്കുക, ഉത്തരം പറയാം. സെറ്റ് ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ഓൾ സ്നേക്സ് ആർ പോയിസണസ്? നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ സ്നേക്സും, പാമ്പുകളും പോയിസണസ് ആണോ, വിഷമുള്ളതാണോ എന്നാണ് ക്വസ്റ്റ്യൻ. വിഷമുള്ളതാണോടാ? എല്ലാം വിഷമുള്ളതാണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പല രീതിയിൽ ഒരുപാട് പാമ്പുകളുണ്ട് അല്ലേ? മഞ്ഞ കളറുള്ളതും പച്ച കളറുള്ളതും ആൻഡ് ഒരുപാട് കളേഴ്സിൽ പാമ്പുകൾ, സ്നേക്സുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ പോയിസണസും ഉണ്ട്, നോൺ പോയിസണസും ഉണ്ട്. പോയിസണസ് ആയിട്ടുള്ളത് ഒരുപാട് എണ്ണം ഉണ്ട്, നോൺ പോയിസണസും അതുപോലെ തന്നെ. അപ്പം എല്ലാ പാമ്പുകൾക്കും പോയിസണസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നോക്കുക, പോയിസണസ് ആയിട്ടുള്ള സ്നേക്കിന് ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എൻ്റെ മക്കൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ പറയും ചെയ്യാം കേട്ടോ. രാജവെമ്പാല, കിങ് കോബ്ര എന്ന് പറയുന്ന ആളല്ലേ, അയാൾക്ക് ഭയങ്കര വിഷമാണ്. ഏറ്റവും വിഷം കൂടുതലുള്ളത് വേണമെങ്കിൽ നമുക്ക് രാജവെമ്പാലയാണെന്ന് പറയാം. സോ കിങ് കോബ്ര ആൻഡ് അണലി, വിപ്പറ അല്ലെങ്കിൽ വൈപ്പറ എന്ന് പറയല്ലേ. അപ്പം അതിനകത്ത് എന്തുണ്ട്? ഭയങ്കര പോയിസണസ് ആണ്. ഇന്ത്യൻ കോബ്ര, മൂർഖൻ. കണ്ടിട്ടില്ലേ? ഇതാ ഈ ഒരു പത്തിയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുക ഇന്ത്യൻ കോബ്രയാണ്, മൂർഖനാണെന്ന് മനസ്സിലാവുക. ആൻഡ് അങ്ങനെയുള്ള ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള ഒരുപാട് ഇനിയുണ്ട്. മിസ് ക്വസ്റ്റ്യനെ വെച്ചിട്ടുള്ളൂ, ബാക്കി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് നോൺ പോയിസണസ് ആയിട്ടുള്ളതും അതേപോലെ പറയുകയാണെങ്കിൽ ചേര, ഇന്ത്യൻ റാറ്റ് സ്നേക്ക്. നമ്മൾ പലപ്പോഴും പേടിക്കുക, ഇതുപോലെ ഇങ്ങനെ എഴഞ്ഞ് പോകുന്ന കാണുമ്പോൾ ഇയാൾ അയ്യോ ഇത് പാമ്പല്ലേന്ന്. പക്ഷെ പാമ്പല്ല, അത് ചേരയാണ്. അത് വിഷം ഉണ്ടാവില്ല കേട്ടോ, നോൺ പോയിസണസ് ആണ്. അതുപോലെ ഇന്ത്യൻ റോക്ക് പൈത്തൺ അല്ലെങ്കിൽ മലമ്പാമ്പ് എന്ന് പറയും അല്ലേ. മലമ്പാമ്പിന് വിഷമില്ല, പക്ഷേ മൊത്തത്തിൽ വിഴുങ്ങാനുള്ള കഴിവുണ്ട് അല്ലേ. നമ്മളെ പോലെയുള്ള മനുഷ്യൻ, എന്നെ പോലെയുള്ള ആളൊക്കെ എടുത്ത് വിഴുങ്ങാനുള്ള കഴിവുള്ള ആളാണ് നമ്മുടെ മലമ്പാമ്പ് എന്ന് പറയുന്നത്. ആൻഡ് ചെക്കേർഡ് കീൽബാക്ക് അല്ലെങ്കിൽ നീർക്കോലി. നമ്മൾ പല സമയത്തും വെള്ളത്തിലൊക്കെ അങ്ങനെ പോകുന്ന പാമ്പിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് കാണുമ്പോൾ എൻ്റെ മക്കൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീർക്കോലിയാണ്, പ്രശ്നക്കാരനല്ല. പക്ഷേ വിഷമില്ലാത്ത പാമ്പാണ്, നോൺ പോയിസണസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ശംഖ് വരയനുണ്ട്, കോമൺ ക്രൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പാമ്പുകളുണ്ട്. അപ്പോൾ സ്നേക്സിന് എല്ലാത്തിനും നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റില്ല? ഇതുപോലെ പോയിസണസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. Next question, snakes do not have ears. Can the snake hear the bean or does not it dance when the bean moves? What do you think എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്നേക്സിന് ഇയർ ഇല്ല എന്ന് നമുക്കറിയാം, ചെവി ഇല്ലാത്ത ആളാണ് നമ്മുടെ പാമ്പെന്നറിയാം. എന്നിട്ടും എങ്ങനെയാണ് മക്കൾ ഈ സാധനം നമ്മുടെ ബീൻ അല്ലെങ്കിൽ മകുടി, നമ്മളിങ്ങനെ ഊന്ന് പറഞ്ഞ് ഊതുന്ന സാധനം വെച്ചിട്ട് അവർക്കത് കാണാൻ വേണ്ടി പറ്റുന്നത്? അവരെങ്ങനെയാണ് അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പത്തിയെടുത്ത് ഇങ്ങനെ ആടുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എങ്ങനെയാടാ? നോ, ദ സ്നേക്സ് cannot hear the bean but they can dance by the movement. വേണ്ട, പാമ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? മകുടി വെച്ചിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് ഈ സാധനം വെച്ച് ആക്കുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ്, ഇത് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെയാണ് പത്തി വിടർത്തി ആടുന്നത്. അപ്പോൾ ഇത് പാമ്പാണെങ്കിൽ ഇങ്ങനെ ആടാനുള്ള കാരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. സോ ഇത് നോക്കി വെച്ചോളൂ. എന്തുകൊണ്ടാണ് cannot hear ചെയ്യില്ല എങ്കിൽ പോലും അവർക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് അവരിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പാമ്പ് പത്തി വിടർത്തി ആടുന്നത് കേട്ടോ. അടുത്തത്, യു പുട്ട് എ സ്റ്റീൽ പ്ലേറ്റ് ഓൺ വാട്ടർ, വുഡ് ഇറ്റ് സിങ്ക് ഓർ ഫ്ലോട്ട്? വാട്ട് വുഡ് ഹാപ്പൻ ടു ദ സ്പൂൺ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത എന്താണ്? ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ എന്തെങ്കിലും നിങ്ങൾ വെള്ളത്തിൽ കൊണ്ട് ഇട്ടു, അത് സിങ്ക് ചെയ്യാണോ ഫ്ലോട്ട് ചെയ്യാണോ, മുങ്ങിക്കിടക്കാണോ പൊങ്ങിക്കിടക്കാണോ ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കോ, ആൻസർ നോക്കാം അല്ലേ. ഇഫ് യു പ്ലേസ് എ സ്റ്റീൽ പ്ലേറ്റ് ആണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അത്ര കാരണമൊന്നും ഇല്ലാത്തൊരു പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ പതിയെ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഫ്ലോട്ട് ചെയ്തേക്കാം. പക്ഷേ അതേ സമയം ഒരു സ്പൂണാണ് നിങ്ങൾ വെച്ചതെന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് നമുക്കറിയാം അത് എന്ത് ചെയ്യുള്ളൂ? സിങ്ക് ചെയ്യുള്ളൂ, മുങ്ങിപ്പോവേ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് സാധനങ്ങൾ മുങ്ങിക്കിടക്കുകയും ചെയ്യും, വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങൾ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. സോ ഫ്ലോട്ടിങ് ആൻഡ് സിങ്കിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഫ്ലോട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ ബലൂൺസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ്, കുഞ്ഞതായിട്ടുള്ള ബോളുകളും കാര്യങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്, പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. എന്നാൽ ഉള്ളിലോട്ട് മുങ്ങിക്കിടക്കുന്ന ആളുകളാണ് നമ്മുടെ മെറ്റലായിട്ടുള്ള ഗോൾഡ്, അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ ആൻഡ് സ്റ്റോണുകൾ, അങ്ങനെയുള്ള കല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ താഴെ മുങ്ങിക്കിടക്കുക ചെയ്യത്തുള്ളൂ അല്ലേ. സോ അങ്ങനെ സിങ്കിങ് ആൻഡ് ഫ്ലോട്ട് ചെയ്യുന്ന ഒരുപാട് സബ്സ്റ്റൻസുകളുണ്ട്. ഇതാ നോക്കടാ, സീസേഴ്സ് ആൻഡ് ഇതാ സ്പൂണ് ആൻഡ് ബാംഗിൾസ് കണ്ടോ, ഇതൊക്കെ എന്താണ്? സിങ്ക് ചെയ്ത് കിടക്കുന്നതാണ്. അതേസമയം ഫ്ലോട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ കുഞ്ഞ് ആപ്പിളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക അല്ലേ. നമുക്ക് അതൊന്നും കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദ എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ ഡാഷ് ഓൺ വാട്ടർ, ദ ബോട്ടിൽ ഫിൽഡ് വിത്ത് ദ ഡാഷ് ബിക്കോസ് ഓഫ് ഡാഷ് എന്നും പറയുന്നുണ്ട്. എന്താണ് നമ്മൾ അതിൽ ഫിൽ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറ. എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത്
എന്ത് ചെയ്യടാ, ഫ്ലോട്ട് ചെയ്യല്ലേ ചെയ്യുക. അതങ്ങനെ പൊന്തി കിടക്കല്ലേ ചെയ്യുക. പ്ലാസ്റ്റിക് ഒരിക്കലും മുങ്ങിക്കിടക്കില്ലല്ലോ. വീട്ടിലിട്ട് നോക്ക്, ഒരു ബോട്ടിൽ എടുത്തിട്ട് നോക്ക്. ആൻഡ് ദ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ സാൻഡ് ബിക്കോസ് ഓഫ് ദ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ ഡിസ്പ്ലേസ് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ദാൻ ദ എംപ്റ്റി ബോട്ടിൽ ഡിസ്പ്ലേസ്ഡ് എന്നാണ് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് ചെയ്ത് നോക്കാവുന്ന കേസേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം കേട്ടോ. സോ തൽക്കാലം നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളി മക്കളായിട്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ. അതുവരേക്കും ബൈ ബൈ. സീ യു ഡിയേഴ്സ്. ബൈ.